ഇന്ന് രാത്രിയിൽ ഈ കുമ്പനാട്ട് നിങ്ങളോടൊത്തായിരിക്കാൻ കർത്താവ് ചെയ്ത മഹാദയക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. റീബിൽഡിൻ്റെ ടീമായിട്ട് ഇവിടെ കടന്നു വരുവാൻ കാരണമായത് ഈ സഭയിലെ യൂത്ത്സാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അറേഞ്ച്മെൻറ്റ്സോ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ എനിക്കറിയാമായിരിക്കും. പക്ഷെങ്കിൽ അടുത്ത ഒരു അരമണിക്കൂർ നേരത്തേക്ക്, അരമണിക്കൂറും അതിലോ താഴെയോ ദൈവവചനത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവരും പുറത്തു നിൽക്കുന്നവരെല്ലാവരും അകത്ത് കയറി വരട്ടെ. കാരണം ദൈവവചനം മാത്രമല്ല, അത് പറഞ്ഞു കഴിയുമ്പോൾ ദൈവാത്മാവ് നിയോഗിക്കുന്നത് പോലെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹെബ്രോനിയൻസ് അല്ലേ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലുള്ള വി റിയലി അപ്രിഷ്യേറ്റ് യുവർ എഫേർട്സ്, യുവർ ഹാർട്ട് ദാറ്റ് യു വാണ്ടഡ് us to come. This is out of our pattern that we don't normally do a back-to-back rebuild. കാരണം 2 ആഴ്ച മുമ്പാണ് പെരിന്തൽമണ്ണയിൽ ഒരു റീബിൽഡ് നടന്നത്. ഞങ്ങൾ മാസത്തിലൊരിക്കലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് ഈ ടീമിലുള്ള ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ എനിബഡി. പക്ഷെങ്കിൽ നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. God has a great plan for the youths in this church, and that is going to be revealed in the coming days. നിങ്ങളെ ഇനി ആരെഴുതി തള്ളിയെന്ന് പറഞ്ഞാലും നിങ്ങളൊരു സൈന്യമായി എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിച്ച് ഇന്ന് രാത്രിയിൽ താഴ്മയോടെ, അഹങ്കാരത്തോടെയല്ല താഴ്മയോടെ ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. പറയണ കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ ഞങ്ങളിലൂടെ നീ ചെയ്യണമേ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. കർത്താവിനോട് ഒരു ഉപാധികളുമില്ലാതെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുകൊണ്ട് ഞാനൊരു അറിയപ്പെടുന്ന പ്രാസംഗികനൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേരളത്തിൽ റീബിൽഡ് മുഖാന്തരം പോസ്റ്റേഴ്സിലൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്. ഞാൻ 20 വർഷമായി നോർത്ത് ഇന്ത്യയിൽ ദൈവവേല ചെയ്യുന്ന ഒരു സാധാരണ ദൈവദാസനാണ്. എന്നാലൊരു പാരമ്പര്യ പെന്തക്കോസ്തുകാരനാണ്, ഒരു പാസ്റ്ററുടെ മകനാണ്. എനിക്കിവിടെ ആരെയും അറിയത്തില്ല. പാസ്റ്റർ കാലേബിനെ മാത്രമേ അല്പമാണെങ്കിലും പരിചയമുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാം, കർത്താവിനെ ആഴമായി അറിഞ്ഞ്, അവൻ്റെ സ്നേഹം അറിഞ്ഞ് കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നിങ്ങളുടെ മുൻപിലുള്ള ചോദ്യങ്ങൾക്കുമൊക്കെ എല്ലാം ഉത്തരമായി തീരും. അതൊന്നും പിന്നെ കാണത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഈ പല വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നതിൻ്റെ കാരണം നേരത്തെ ജോഷുവ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി കടന്നു വന്നിട്ട്, നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ എന്താ പറയുക, എത്രയോ യങ്സ്റ്റേഴ്സാണ്. ഞങ്ങളുടെ റീബിൽഡിൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, ഇവിടുത്തെ ചർച്ച് മെമ്പേഴ്സ് ഉണ്ട്. വളരെ ആത്മാർത്ഥമായി മീഡിയ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. സോ അവരവരുടെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇത് ചെയ്യുന്നതാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി ഒരു വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും അതിനേക്കാൾ ആത്മാർത്ഥതയിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ വരുവാൻ ദൈവം ആഗ്രഹിച്ച് വാഞ്ചിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അങ്ങനെ താല്പര്യമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. താല്പര്യമുണ്ടോ? കർത്താവിനോട് പറയണം. ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ കാര്യം, വചനം കേൾക്കുമ്പോൾ നിങ്ങളോടത് സംസാരിക്കണമെങ്കിൽ, ഇടപെടുന്നെങ്കിൽ ആ വചനത്തോട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഉച്ചത്തിൽ റെസ്പോണ്ട് ചെയ്യുകയോ കൈയടിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഹൃദയത്തിൽ നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ അതിന് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിന് കീഴ്പ്പെടുന്നു. ആ വചനം എന്നോട് ആമേൻ പറഞ്ഞത് സ്വീകരിക്കാനൊക്കെ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാരമ്പര്യ പെന്തക്കോസ്തുകാരൻ, 47 വയസ്സ് ഉണ്ട് എനിക്ക്. 27 വയസ്സ് വരെയും ഇതുപോലെ നിങ്ങളിൽ പലരെ പോലെ
പാരമ്പര്യമായി പെന്തക്കോസ്ത് സഭകളിൽ പോവുകയും ആരാധിക്കുകയും അന്നത്തെ സാഹചര്യത്തിലൊക്കെ ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന, പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള PYPയിലും അങ്ങനെയുള്ള യൂത്ത് മീറ്റിങ്ങിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ സീക്രട്ട് ലൈഫിൽ, എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ വളരെ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഐ കുഡ്ന്റ് റെസിസ്റ്റ് സിൻ. എനിക്ക് പാപത്തെ തോൽപ്പിക്കുവാൻ കഴിയാതെ, പാപം എന്നെ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പാടുവാനും പ്രാർത്ഥിക്കാനൊന്നും വളരെ നല്ല സർട്ടിഫിക്കറ്റാണ് സഭക്കാരൊക്കെ എനിക്ക് തന്നിരുന്നത്. നല്ലൊരു ദൈവമകനാണ്, എല്ലാവർക്കും സഹായിയാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെങ്കിൽ എനിക്കറിയാമായിരുന്നു ഞാൻ എത്രമാത്രം പരാജിതനാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയാതെയെങ്കിലും ഞാൻ ഓർത്തുപോയി, ഈ വചനം പറയുന്നത് ഇതല്ലല്ലോ എന്ന് എവിടേക്കോ ഞാൻ ചിന്തിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾക്ക് ചുറ്റും കാണുന്ന, നമ്മുടെ പ്രസ്ഥാനത്തിനകത്തും നമ്മുടെ സഭയ്ക്കകത്തും കാണുന്ന പല കാര്യങ്ങളുണ്ടാകാം. നമ്മളതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെങ്കിൽ അതല്ല, അതിനപ്പുറത്ത് ആഴമേറിയ ചില സത്യങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളെ ആ സത്യത്തെ പിന്തുടരുവാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയാണെങ്കിൽ, ഞാൻ പറയാറുണ്ട്, ഇതിനേക്കാളും നല്ലത് നമ്മൾ ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്നതാണ്. കാരണം ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. You are a wretched person if you only think about the things of this world. കാരണം ദൈവം നമ്മളെ വിളിച്ചത് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാനോ ധനാഢ്യന്മാരാക്കി നമ്മളെ മാറ്റുവാനോ അല്ല. സ്വർഗീയ സമ്പത്തുകളുടെ ഓഹരിക്കാരായി നമ്മളെ കർത്താവ് മാറ്റിയിരിക്കുന്നത് അത് അവകാശമായി നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയും ആ ലക്ഷ്യവുമൊക്കെ മറന്ന് നമ്മൾ ഈ ഭൂമിയിൽ മാത്രം എന്തൊക്കെയോ നേടിയെന്ന് പറഞ്ഞ് നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വരവെങ്കിൽ തള്ളപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ബോധ്യം വരുന്നത്, ഞാൻ എത്രയോ അരിഷ്ടനായിപ്പോയി. എന്നേക്കാൾ നല്ലത് ഈ ലോകസുഖമൊക്കെ അനുഭവിച്ച് ജീവിച്ചവരാണ്. കാരണം നമ്മൾ ലോകസുഖം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്നതുമില്ല, എന്നാൽ പരിശുദ്ധാത്മാവിലെ സന്തോഷം നമ്മൾ പൂർണ്ണമായി അനുഭവിക്കുന്നതുമില്ല. ഇത് രണ്ടുമില്ല. പാപം ചെയ്യുന്നവൻ, ലോകക്കാരൻ, അതങ്ങനെ ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിനകത്തൊരു ചോദ്യം ഇടുകയാണ്. നിങ്ങൾ സ്വയം ഒരു സത്യാന്വേഷിയായി മാറണം. ഈ വചനത്തിനകത്ത് ഡിഗിൻ ചെയ്തിട്ട് കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് സത്യം അറിയണം, എനിക്കത് മനസ്സിലാക്കണം, എനിക്കത് അനുഭവിക്കണം. വാട്ട് ഈസ് സെഡ് ഇൻ യുവർ വേർഡ്, നിൻ്റെ വചനത്തിൽ പറയുന്നതെല്ലാം ഞാൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ മറ്റൊരു ജേർണിയിൽ കൊണ്ടുപോകുവാനിടയായിട്ട്, അതിന് ഇറ്റ് വിൽ ബി എ റോളർ കോസ്റ്റർ റൈഡ്. പക്ഷെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളത് എൻജോയ് ചെയ്യുക. അതാണ് ക്രിസ്തീയ, അതാണ് നമ്മൾ പാടിയത്, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ, ആനന്ദം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നതാണ് പലർക്കും ഐ ഡോണ്ട് നോ ഇഫ് യു എൻ്റെ ഒരു ABC ഒരു അറ്റം മൂലം എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. യു റിയലി ക്യാൻ എൻജോയ്. കാരണം ഈ ലോകത്തിലെ പല പ്ലഷേഴ്സ് ഉണ്ട്. ദ ഗ്രേറ്റസ്റ്റ് പ്ലഷർ ഈസ് വാക്കിംഗ് വിത്ത് ഗോഡ്. കർത്താവിനോട് കൂടെ നടക്കുന്നതിലും വലിയൊരു സുഖം ഈ ലോകത്തിലെ ഒരു കാര്യവും നിങ്ങൾക്ക് തരത്തില്ല. സുഖമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഹല്ലേലൂയ. നേരത്തെ ജോഷ് പറഞ്ഞതുപോലെ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സുഖമുണ്ട്. പക്ഷെങ്കിൽ ആ സുഖത്തിൻ്റെ പുറകിൽ ഒരു വലിയ ദോഷവുമുണ്ട്. എന്നാൽ കർത്താവിനോട് കൂടെ നമ്മൾ നടക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ക്ഷയിച്ചു പോകുകയല്ല, നമ്മൾ ദിനം പ്രതി വളർച്ച പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ പോലെ ആയിത്തീർന്നുകൊണ്ട് ജയാളികളായി മാറുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതാനുഭവം പറഞ്ഞല്ലോ, പരാജയപ്പെട്ടിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു നാളിൽ
എല്ലാം തകർന്നവനാ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത്രയേ ഉള്ളൂ, ഇതാണോ ക്രിസ്തീയ ജീവിതം? എൻ്റെ കണ്ണ് തുറക്കുവാൻ തുടങ്ങി. പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ല. ബട്ട് ഐ വോണ്ട് ടു ഷെയർ വൺ തിങ്. ജോഷ് പറഞ്ഞതിനോട് ചേർത്ത് എൻ്റെ കണ്ണ് തുറന്ന പല ബൈബിൾ സത്യങ്ങളിൽ ഒരു സത്യം ഇതാണ്. ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ പറയുകയാണ്. ഒരു ക്രിസ്തു ഭക്തന് ഒരു എതിരാളിയേ ഉള്ളൂ. ആമേൻ. Yeah, we have only one enemy. ആ ട്രൂത്ത് നിങ്ങളുടെ അകത്ത് തറച്ച് കയറിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ പിന്നെ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ആ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ആ പിശാച് അല്ലെങ്കിൽ ആ എതിരാളി ചെയ്തു വച്ചിരിക്കുന്നത് താൻ മറയപ്പെട്ടവനായി നിന്നുകൊണ്ട് നമ്മുടെ മുൻപിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എല്ലാം എതിരാളികളായി ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ സമയം മുഴുവനും നമ്മൾ അവരോട് പോരടിച്ച് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്. അതുകൊണ്ട് അതും ഇല്ല, നമുക്ക് ക്രിസ്തീയ ജീവിതവും നയിക്കാൻ പറ്റുന്നില്ല. ഒരു മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ലൈഫാണ്. എന്നിട്ട് അവസാനം നമ്മൾ പറയും, ബെറ്റർ ലീവ് ഇറ്റ്, ഇതൊക്കെ വിട്ടുകളാ, ഇതൊക്കെ ചുമ്മാതെ. ചില മനുഷ്യരൊക്കെ തല്ലിക്കൂട്ടിയ ഒരു കഥയാണെന്ന് പറഞ്ഞു വരുന്ന ഒരു തലമുറ ഇന്ന് പൊങ്ങി വരുന്നുണ്ട്. കാരണം യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പിശാച് വളരെ തന്ത്രശാലിയാണ്. ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹീ ഈസ് എ വെരി ഓൾഡ് എനിമി ആൻഡ് എ വെരി റിയൽ വൺ. പിശാച് വളരെ റിയലാണ്. ഏറ്റവും നേരത്തെ ജോഷ് പറഞ്ഞതുപോലെ 6000 വർഷം മനുഷ്യ ചരിത്രത്തിന് ആദ്യം മുതലേ ഉള്ളവനാണ്. അവൻ്റെ അനുഭവവും അവൻ്റെ തന്ത്രങ്ങളും ഒന്നും നമുക്ക് നമ്മുടേതായ ബുദ്ധി കൊണ്ട് മനുഷ്യൻ്റെ മനസ്സുകൊണ്ടൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നേരത്തെ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ സകല ഭിന്നതകളും, നമ്മുടെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും, നമ്മുടേതായ ആ അഹങ്കാരങ്ങളും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ ഒരുമിക്കാൻ തയ്യാറാകണം. We church has to become one. Hallelujah. ഒരു കൊച്ചു കുഞ്ഞു പോലും ആമേൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വേണ്ടേ? അങ്ങനെ സംഭവിക്കുമെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അന്ത്യകാലത്ത് നിങ്ങൾ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ബൈബിൾ പറയുന്നു, കർത്താവ് എന്നെയും നിങ്ങളെയും ചേർക്കാനല്ല രണ്ടാമത് വരുന്നത്. എത്ര പേര് പറയുന്നത് കർത്താവ് എന്നെ ചേർക്കാനാണ് വരുന്നത്? വാനമേഘത്തിൽ വന്നിട്ടെ ബ്ലെസ്സ, ജോഷു, സാമേ, സൂസന്നെ കയറി വാന്നല്ല പറയുന്നേ. ഒറ്റ വിളിയെ വിളിക്കത്തുള്ളൂ. ആരെയാ? മണവാട്ടിയുടെ പേരാ വിളിക്കുന്നത്. He is not coming for individuals, he is coming back for his church. സഭ ഒന്നിക്കുന്നില്ലെങ്കിൽ നമ്മൾ തള്ളപ്പെട്ടു പോകും. ആത്മാവിൽ യുണൈറ്റഡായി ദൈവത്തിൻ്റെ സഭയാം ശരീരമായി നമ്മൾ തീരുമ്പോഴാണ് കാഹളത്തിങ്കൽ സഭയാണ് എടുക്കപ്പെടുന്നത്, ഇൻഡിവിജ്വൽസ് അല്ല എടുക്കപ്പെടുന്നത്. You have to lose your identity and you have to become part of the church, the body of Christ. ക്രിസ്തുവാണ് സഭയുടെ തല. ഹല്ലേലൂയ. അതിനെതിരെയുള്ള പല ദൂതുകളുമാണ് ഇന്ന് സഭകളിൽ വ്യാപരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാസങ്ങൾക്ക് മുൻപ് ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു, നമ്മളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാരിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൂതുണ്ട്. എന്തുവാ? മകളെ, മകനെ, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. പുതിയ നിയമസഭയ്ക്ക് എതിരെയുള്ള ദൂതാണത്. That prophecy is against the New Testament doctrine. ഞാനത് ശക്തമായി നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ തലയാവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പൈശാചിക ശക്തിയാണ് നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നത്. കാരണം ക്രിസ്തു ഓൾറെഡി സഭയുടെ തലയാണ്. നമ്മൾ തലയാണവാനല്ല, അവനോട് ചേർന്നവൻ്റെ ശരീരമായി തീരാനാണ് ആഗ്രഹിക്കേണ്ടത്. Hallelujah. Praise God. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ, പിശാചിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, ഓൾറെഡി അവൻ പരാജയപ്പെട്ടവനാണ്. കർത്താവ് നമ്മളെ കൊണ്ട് ആ ജയം എടുപ്പിക്കാനാണ് നമ്മളെ ഈ ട്രെയിനിങ് പീരീഡിൽ ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യം, 15-ാം വാക്യം വായിച്ച് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അവിടെ 14-15 ഇങ്ങനെയാണ് പറയുന്നത്: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പിന്നെന്താ ചെയ്തേ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. എത്ര പേര് ഈ വചനം വിശ്വസിക്കുന്നുണ്ട്? ഉണ്ടോ? എന്തും പേടിച്ച് കഴിയുന്നവരല്ലേ നമ്മൾ. ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ, രാത്രിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞാൽ എന്തൊരു പേടിയാണ് നമുക്ക്. അമ്മ പറയും മനുഷ്യനല്ലേ ഭയം, മനുഷ്യന് ഭയം ഉണ്ടാകും. പക്ഷെങ്കിൽ ഇവിടെ പറയുന്ന വചനം നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഭയത്തിന് മുകളിൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. വചനത്തെ അതുപോലെ വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയണം പ്രിയമുള്ളവരെ. ഇതിനേക്കാളൊക്കെ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുന്ന ഡോക്ടർമാരുടെ വാക്കുകളാണ്, ന്യൂസിൽ കാണുന്ന വാക്കുകളാണ്. അതിൽ പലപ്പോഴും അവർ തെറ്റായിട്ടാണ് അവർ പ്രചരിപ്പിക്കുന്നത്, കള്ളത്തരങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അതൊക്കെ നമ്മൾ ഗുരുവാക്യം പോലെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഗുരു പറഞ്ഞ വാക്യമൊന്നും ഒരിക്കലും അതുപോലെ നമ്മൾ ഏറ്റെടുക്കാറില്ല. ഇവിടെ പറയുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചെന്നാണ്. പിശാചിൻ്റെ ശക്തികളെ എന്ത് ചെയ്തു? തോൽപ്പിച്ചിട്ട് കർത്താവ് അവൻ്റെ ആയുധത്തെ, നിങ്ങൾ ഡിസ്ട്രാക്റ്റായി പോകല്ലേ, അതിൻ്റെ ആയുധത്തെ പിടിച്ച് ഊരി എന്ന് പറഞ്ഞാൽ ഡിസാം ചെയ്തു, ഊരി വെപ്പിച്ചു, എന്നിട്ട് അവനെ പരസ്യക്കൊലമാക്കി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ, അങ്ങനെയാണെങ്കിൽ പിശാചിന് നമുക്കെതിരെ പ്രയോഗിക്കാൻ ഏത് ആയുധമാണ് ഉള്ളത്? ഏതൊക്കെ ആയുധങ്ങളാണ് പിശാചിൻ്റെ കയ്യിൽ പിടിച്ച് വാങ്ങിയത്? ആമേൻ. പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശക്തി. ആമേൻ അല്ലേ? രണ്ടാമത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൻ്റെ അധികാരിയായിരുന്നു പിശാച്, അത് പിടിച്ചു വാങ്ങി. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് യേശു മരണത്തിൻ്റെ ശക്തിയെ തോൽപ്പിച്ചു കളഞ്ഞു. മൂന്നാമത് പാതാളത്തിൻ്റെ ശക്തിയെ തോൽപ്പിച്ചു. ഈ 3 ശക്തികളായിരുന്നു പരമപ്രധാനമായി പിശാച് കൈവശം വെച്ചുകൊണ്ടിരുന്നത്. അവൻ ഇതിൻ്റെയൊക്കെ അധികാരിയായിരുന്നു. അതിനെ പരസ്യമായി പിടിച്ച് വാങ്ങിയിട്ട് ഇപ്പോൾ പിശാചിൻ്റെ കയ്യിൽ ഒരു ആയുധവുമില്ല നമുക്കെതിരെ പ്രയോഗിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ നമ്മളുടെ അധികം പ്രാർത്ഥനകളും ഉപവാസങ്ങളും എന്തുവാ? പിശാചിൻ്റെ പോരാട്ടങ്ങൾക്കെതിരെയാണ്. പിശാച് എന്തോ ചെയ്യുന്നു, അവനെന്തോ തന്ത്രമന്ത്രങ്ങൾ ചെയ്യുന്നു, അവനെന്തോ കൂടുപാത്രം ചെയ്യുന്നു, അവൻ നമ്മളെ വീഴ്ത്താൻ. കർത്താവിൻ്റെ വചനം പറയുന്നു ആയുധം ഇല്ലെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കി അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മളെ തെറ്റിദ്ധാരണയിൽ ഇങ്ങനെ നമ്മളെ എന്ത് ചെയ്യുന്നു? പിശാച് കൊണ്ടു നടക്കുകയാണ്, വലച്ചു കളയുകയാണ്. അതുകൊണ്ട് എന്തുവാ? നമുക്ക് പോരാടി ജയമെടുക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥമായി എവിടെയാണ് നമ്മൾ പോരാടേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 1 പത്രോസ് 5, 8, 9 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിർമ്മതരായിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിക പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അവാവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. കാരണം അവൻ തന്ത്രശാലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6000 വർഷത്തെ അനുഭവം അവനുണ്ട്. അവനോട് നമ്മൾ പറയില്ല ഞാൻ ഭയങ്കര ഭക്തയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണ്, ഉപവസിക്കുന്നവളാണ്, അതൊന്നും പറയണ്ട. നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. കർത്താവിന് കീഴ്പ്പെട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിന് കീഴ്പ്പെടുകയും പിശാചിനോട് ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിന്, അവൻ്റെ വചനത്തിന്, പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെടണം. ഹല്ലേലൂയ. എത്ര പേർ
നമ്മളൊക്കെ പെന്തിക്കോസ്ത് തിരിച്ചു പറഞ്ഞു. എന്നാലും നമുക്ക് ഈ വചനം മുഴുവനായൊന്നും നിങ്ങളാരും ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചവരായിരിക്കത്തില്ല. പഠിച്ചവരാണെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ, ഇനിയും എത്രയോ സത്യങ്ങളൊക്കെ ഇതിൻ്റെ ആഴത്തിൽ യഥാർത്ഥമായി എനിക്ക് മനസ്സിലാക്കേണ്ടത്. എങ്കിലും നാളെ പുതിയ കാര്യങ്ങൾ ദൈവം എന്നോട് പറഞ്ഞാൽ ഇന്നേ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുന്നു. അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ എന്നെക്കാളും വചന പരിജ്ഞാനം ഉള്ളവരായിരിക്കാം. പക്ഷെങ്കിൽ എങ്കിലും അനേക കാര്യങ്ങൾ ഇനിയും നമ്മൾക്ക് മറഞ്ഞു കിടപ്പുണ്ട്. എന്നാലും നമ്മൾ പറയുകയാണ്, കർത്താവേ, നാളെ ദൈവം എനിക്ക് തരാൻ പോകുന്ന വെളിപ്പാടുകൾ നാളെ ഇനി വന്നാലും ഇന്നേ ഞാനതിനെ സമർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിരുപാധികമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടാൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇത് അരമണിക്കൂർ കൊണ്ടൊന്നും പറയേണ്ട കാര്യമല്ല എന്ന് എനിക്കറിയാം. കാരണം കുറേ കൂടെ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരികളോടും അന്ധകാരത്തിലെ ലോകാധിപതികൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതിന് ഒറ്റയ്ക്കല്ല നമ്മൾ പോരാടേണ്ടത്. നമ്മൾ സഭയാം ശരീരം ഒരുമിച്ചാണ് പോരാടേണ്ടത്. The whole body has to fight this battle. നമുക്ക് ഒറ്റയ്ക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഞാൻ അതിന് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ ഈ പോരാട്ടത്തിൽ സഹായിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദ ഹോൾ ദുഷ്ടൻ്റെ ഈ സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. 1 യോഹന്നാൻ 4:5 ഇങ്ങനെ പറയുന്നത്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. എന്താണ് ഈ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകം എന്ന് പറയുന്നത്? ദൈവം സൃഷ്ടിച്ച ഭൂമിയെ അല്ല ഉദ്ദേശിക്കുന്നത്, ഇതിനകത്തെ സംവിധാനങ്ങളെയാണ് പറയുന്നത്. 7 മെയിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ദ എക്കണോമിക് സിസ്റ്റം, ദ റിലീജിയസ് സിസ്റ്റം, ദ പൊളിറ്റിക്കൽ സിസ്റ്റം, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, സോഷ്യൽ സിസ്റ്റംസ്, എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, മീഡിയ എൻ്റർടൈൻമെൻറ്റ്. ഇതിൽ കൂടെയാണ് പിശാച് ഈ ലോകത്തെ മുഴുവനായി നിയന്ത്രിക്കുന്നത്. ഈ സംവിധാനങ്ങളുടെ ഇൻഫ്ലുവൻസിന് നമ്മൾ ഒരിക്കലും അടിമപ്പെട്ടു പോരും. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഇതിൽ നിന്ന് നമുക്കൊന്നും ഒളിച്ചോടാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതെങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ദൈവവചനത്തിൻ്റെ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്തു? ഓരോ സ്ഥലങ്ങളിൽ നിന്നും എവിടെയാണ് പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് അവിടെ നമ്മളെ രക്ഷിച്ച് കൊണ്ടുപോകുവാനിടയായിത്തീരും. അതങ്ങനെ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ടവരായിരിക്കണം. ശരീരത്തിന് നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യന് ഇന്ദ്രിയങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ കണ്ണ്, ഹൃദയത്തിൻ്റെ ചെവി, അല്ലെങ്കിൽ ആത്മമനുഷ്യൻ്റെ ചെവി, ആത്മമനുഷ്യൻ്റെ കണ്ണ്, ത്വക്ക്, തൻ്റെ വാക്ക്, ഇതൊക്കെയുണ്ട്. ഇതെന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടവരായിരിക്കണം ഒരു ക്രിസ്തു ഭക്തൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു പോരാട്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു വിടുക. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമാപ്തിയിൽ ഒരു വലിയ പോരാട്ടം നടക്കും. അത് സകലരുടെ മേലും വരും. നിങ്ങൾ സേഫാണെന്ന് നിങ്ങൾ കരുതരുത്. എവ്രിബഡി ഹാസ് ടു ഗോ ത്രൂ ദാറ്റ് ട്രിബുലേഷൻ. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ശത്രുവേ ഉള്ളൂ, പിശാച്. എന്നാൽ പിശാചിന് മറ്റ് 2 ഏജന്റുമാരുണ്ട്. ആരൊക്കെയാണ്? പിശാച് ആക്കി വെച്ചിരിക്കുന്ന മറ്റ് 2 ഏജന്റുമാരുണ്ട്. കാരണം പിശാച് നമ്മളിൽ പലരോടും ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, എൻകൗണ്ടറിന് വരത്തില്ല, വരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി 2 ഏജന്റുമാരെ അവൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഏജന്റുമാരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത 2 പേരുടെ അടുത്ത് മാത്രമേ അവൻ ഡയറക്റ്റ് വന്നിട്ടുള്ളൂ. ആരുടെയൊക്കെ അടുത്താ? ഏദനിൽ
ഹവ്വയുടെ അടുത്ത് വന്നു, പിന്നെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നു. ബാക്കി എല്ലാവരുടെ അടുത്ത് അവൻ ഡയറക്റ്റ് വരത്തില്ല, വളരെ റെയറായിട്ട് വരും ചിലപ്പോൾ. പക്ഷെങ്കിൽ ഇല്ലെങ്കിൽ അവൻ്റെ ഏജൻറ്റുമാരുണ്ട്. ഏതൊക്കെയാണ് ഏജൻറ്റ്മെൻറ്റ്? പുറത്തു നിന്ന് നമ്മളെ ആക്രമിക്കുന്നത് ലോകം, ആ ലോകവും അതിൻ്റെ സകലവും അവൻ്റെ അധീനതയിൽ കിടക്കുന്നു. അകത്തു നിന്ന് നമ്മളെ ആക്രമിക്കുന്നത് നമ്മുടെ ജഡം, ലോകം, ജഡം, പിശാച്. ഈ 3 ശക്തികളും ഒരുമിച്ച് നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതിൻ്റെ മേൽ ജയമെടുക്കാൻ ഒരു 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 വാഞ്ച നിങ്ങളുടെ അകത്തുണ്ടാണ്. ഞാൻ എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, 27-ാം വയസ്സിൽ ഞാൻ എല്ലാം തകർന്നവനായി ഒരു എന്താ പറഞ്ഞ് നാശത്തിലേക്ക് ഞാൻ പൊയ്ക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ജയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി എന്തെങ്കിലും ശേഷിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് പടിപടിയായി ഒരു കുഞ്ഞിനെ നടത്തുന്നത് പോലെ ജയത്തിലേക്ക് എന്നെ നടത്തുവാൻ, കൈപിടിച്ച് നടത്തുവാൻ തുടങ്ങി. ആദ്യത്തെ ജയം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പാപത്തെ ജയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേരൊക്കെ പറയും, ആദ്യത്തെ പഫ് എടുക്കുമ്പോൾ, ആദ്യത്തെ പെഗടിക്കുമ്പോഴൊക്കെ ഉള്ള ത്രില്ലുണ്ട് എന്ന് പറയുന്ന പോലെ ആദ്യമായിട്ട് പാപത്തെ ജയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര, എനിക്ക് ഇനിയും ജയിക്കണം. രണ്ടാമത് എങ്ങനെയാണ് ജയിക്കുന്നത്? വചനത്തിൻ്റെ ശക്തിയാൽ. പിശാചിനോടും പാപത്തോടും ലോകത്തോടും നോ പറയണമെങ്കിൽ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചിരിക്കണം. പരിശുദ്ധാത്മാവുമായിട്ടൊരു അഭേദ്യ ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എവിടെയാണ് എപ്പോഴാണ് നമ്മളെ തക്കം പാർത്തിരുന്ന് നശിപ്പിക്കുവാൻ നോക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് മുന്നമേ നമുക്ക് അറിയിപ്പ് തരും. അപ്പോൾ നമ്മൾ അലേർട്ടായിരിക്കും. അത് ആ അലേർട്ട്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നേരെ പോയി അവൻ്റെ കെണിയിൽ പെടുന്നത്. ഹല്ലേലൂയ. തിരിച്ചു പറയാൻ നമുക്ക് വചനത്തിൻ്റെ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം ഈ 3 കാര്യങ്ങളെയും ജയിപ്പാൻ കർത്താവ് ഓൾറെഡി നമുക്കതിൻ്റെ എന്താ പറഞ്ഞേ വഴികളെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 2018 ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്, വി ഓൾറെഡി ഹാവ് എവറിത്തിങ് ഗിവൺ ടു ഓവർകം ദീസ് 3 പവേഴ്സ്. ലോകം, ജഡം, പിശാചിനെ ജയിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ആൻറ്റിഡോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വെപ്പൺ എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? എല്ലാവർക്കും അറിയാം, പക്ഷെ അതാണെന്ന് അറിയത്തില്ല. കാരണം എല്ലാ പ്രാർത്ഥനയുടെയും അവസാനത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു പദമുണ്ട്, അതാണ്. പെന്തിക്കോസ്തുകാരുടെ ഒരു പ്രാർത്ഥനയും ഇത് പറയാതെ അവസാനിക്കത്തില്ല. എന്താണത്? പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയും, അതെന്താ? ആശീർവാദം. അത് നമ്മളിപ്പോൾ അതൊരു പാരമ്പര്യമാക്കി മാറ്റി. നമ്മൾ പറയും നമുക്ക് പെന്തിക്കോസ്തുകാർക്ക് പാരമ്പര്യമില്ലെന്ന്. നമുക്കാണ് ഏറ്റവും കൂടുതൽ പാരമ്പര്യം. ആശീർവാദം പറയാനുള്ള സംഭവമല്ല, അത് നമ്മളുടെ ജീവിതത്തിൽ ജയിക്കാനുള്ള 3 കാര്യങ്ങളാണ്. എന്താ? പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഇത് 3 ലോകത്തെ, പാപത്തെ, ജഡത്തെ ജയിക്കാൻ ഇത് 3 തന്നേക്കുന്നത്. ലോകസ്നേഹത്തെ ജയിക്കാൻ പിതാവിൻ്റെ സ്നേഹമുള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ. പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഒരു സഭയിൽ നിന്നും കിട്ടത്തില്ല, ഒരു പാസ്റ്ററിൻ്റെ അടുത്തും കിട്ടത്തില്ല, ആരുടെയും മുൻപിൽ പോയി തലയിൽ കൈവച്ചാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഡയറക്റ്റ് പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പകരുന്നത്. റോമർ 8 പറയുന്നുണ്ട്, അവൻ്റെ സ്നേഹമോ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം പകർന്നിരിക്കുകയാണ്. ആ സ്നേഹത്താൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ, ലോകസ്നേഹം നിങ്ങളെ മാടി വിളിച്ചാൽ നിങ്ങൾ അതിൻ്റെ പുറകെ ചാഞ്ചാടി പോകത്തില്ല. നോ പറയും. നോ നോ ഐ നോ ഹു ഐ ആം. ദൈവസ്നേഹത്തിൽ ഒരുവൻ ശരിയായി ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ അറിയാം അവൻ ആരാണെന്ന്. അവൻ്റെ പിതാവിനെ അവന് മനസ്സിലാക്കിയാൽ അവൻ ആരാണെന്ന് അവനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളവരാണ് ഈ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. ചപ്പച്ചവറുകൾക്ക് പറയും. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ കാരണം സഭയിൽ ശരിയായിട്ട് അങ്ങനെയുള്ളൊരു പഠിപ്പീരൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ദാവീദിൻ്റെ ഗോലിയാത്തിൻ്റെയും കഥ പറഞ്ഞ് 5 കല്ലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവസ്നേഹികൾ, ദ ഫസ്റ്റ് എ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. യോഹന്നാൻ 1:12 പറയുന്നു. എന്താ പറഞ്ഞേ? മലയാളത്തിൽ ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. ദാറ്റ് ഈസ് ദ എ ഓഫ് ക്രിസ്ത്യാനിറ്റി.
ABC ഓഫ് ക്രിസ്ത്യാനിറ്റിയുടെ എ ആണ്, നമ്പർ 1 സാധനമാണ് നീയും പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരിക, ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജഡത്തെ ജയിക്കാൻ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടട്ടെ, ജഡത്തെ ജയിക്കാൻ കർത്താവ്, ജഡം എവിടെയാണ് ഇരിക്കുന്നത്? ലോകസ്നേഹം പുറത്താണ്, അതിനും നമ്മുടെ അകത്ത് ദൈവസ്നേഹം പകരുകയാണ്. ജഡം എവിടെയാണ്? നമ്മുടെ കൂടെ. നമ്മളിപ്പോൾ വാഷ്റൂമിൽ പോയാലും ജഡത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെയും വരും. എവിടെ പോയാലും ജഡം കൂടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും പിശാചിൻ്റെ പുറകെ നടക്കണം, പിശാച് പുറകെ നടക്കും. പിശാചിൻ്റെ ഏജൻറ്റ് നമ്മുടെ അകത്തുണ്ട്. പിശാച് ആരുടെയും പുറകെ നടക്കാറില്ല. കാരണം ഓൾറെഡി നമ്മൾ ജനിച്ചപ്പോഴേ ഈ ഏജൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത്, ജഡം എന്ന് പറയുന്ന ഈ സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. ആ ജഡത്തെ തോൽപ്പിക്കാനാണ്. ജഡം എവിടെയാണ് വസിക്കുന്നതെന്ന് അറിയാമോ? പ്രാണനില വസിക്കുന്നത്, ശരീരത്തിലല്ല വസിക്കുന്നത്. ജഡമെന്ന് പറയുന്നത് യുവർ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, പാപം കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്, അതാണ് ജഡം. അതിലും ആഴത്തിൽ കർത്താവ് എന്ത് ചെയ്തു? അവനെ പൊക്കാൻ വേണ്ടി, അവനെ തോൽപ്പിക്കാൻ വേണ്ടി ആരെ പകർന്നു? പരിശുദ്ധാത്മാവിനെ പകർന്നു. ഹല്ലേലൂയ. എവിടെ പകർന്നിരിക്കുന്നത്? നമ്മുടെ ആത്മാവിൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ശരീരത്തിലല്ല പകർന്നത്. നമ്മൾ പലരും പരിശുദ്ധാത്മാവിനെ ശരീരത്തിലാണ് തിരിച്ചറിയുന്നത്. നമ്മൾ കൈയടിക്കുമ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ടാകുന്നു, നമ്മൾ വിയർക്കുന്നു, നമുക്കൊരു ചൂട് അനുഭവിക്കുന്നു. ഇതൊക്കെ സംഭവിക്കാം. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളുടെ ആത്മാവിനകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവ് മുഖാന്തരം ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജഡത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും എതിരാണ്. ഹല്ലേലൂയ. അത് രണ്ടും ടോട്ടലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന കാര്യമാണ്. ജഡം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ആത്മാവ് പറയും നോ. ആത്മാവ് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ജഡം പറയും നോ. നിങ്ങൾ ആർക്കാണ് ചെവി കൊടുക്കുന്നത്? അതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ പരാജയം. ഹല്ലേലൂയ. മൂന്നാമത്, പിശാചിനെ തോൽപ്പിക്കാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളുമായി എന്നെ അടുത്ത് വരുമ്പോൾ യേശു ക്രിസ്തു വചനമാണ്. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് യേശു ക്രിസ്തു ആകുന്ന വചനത്തിൻ്റെ the grace of his word will give you the ability to defeat Satan's schemes. പിശാചിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ വചനത്തിൻ്റെ വെളിപ്പാടിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാലം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിനും ഹല്ലേലൂയ വചനത്തിൻ്റെ വെളിപ്പാടിനും ആത്മാവിൻ്റെ അഭിഷേകത്തിനും നിങ്ങളെ ഒരു ജയാളിയായി മാറ്റാൻ കഴിയും. നിങ്ങളൊരു പരാജയപ്പെട്ട പെന്തക്കോസ്തുകാരനാണോ? ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഒരു കാര്യം മതി, ജയിക്കാനുള്ള ഒരു ആഗ്രഹം മതി. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം രൂപാന്തരപ്പെടുവാനിടയെ ഇറ്റ് വിൽ ബി എ ടേണിംഗ് പോയിന്റ് ടുനൈറ്റ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറുന്ന രാത്രിയാണ്. പക്ഷേ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം നിരുപാധികമായി, വിതൗട്ട് എനി കണ്ടീഷൻ. ദൈവത്തോട് പറയുന്ന, കർത്താവേ, നോ അംബീഷൻസ്, നോ ഡ്രീംസ്. എനിക്കൊരു അംബീഷനുമില്ല, എനിക്കൊരു ഡ്രീമുമില്ല. ഒറ്റ ഒരു ആഗ്രഹം, നിന്റെ വചനം പറയുന്നത് പോലെ എനിക്ക് ജീവിക്കണം. എന്നിട്ട് പിശാചിനെ തോൽപ്പിക്കണം. പിശാചിനെ നിങ്ങൾ തോൽപ്പിക്കുന്നത് കൈയടിക്കുമ്പോഴും അന്യഭാഷ പറയാൻ, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുമ്പോൾ പിശാച് പരാജയപ്പെടുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഒരിക്കൽ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, നിന്റെ വലത്തെ ചകിട്ടത്ത് അടിക്കുന്നവന്. ഞാൻ വിചാരിച്ചു, കർത്താവ്, ഇതൊക്കെ എന്തിനെഴുതി വെച്ചേക്കുന്ന കാര്യം? വല്ല അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്തീയ സ്ഥാപനത്തിലാണ് ഞാൻ ഒരു മിഷൻ ഓർഗനൈസേഷൻ ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എതിരായിട്ട് പിശാച് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ കൊണ്ടുവന്നു. അവനാണ് നിനക്കെതിരെ ഇങ്ങനെ പാര വെച്ചത്, അതുകൊണ്ട് പുള്ളിക്കെതിരെ നീ പറയണം എന്നൊക്കെ പറഞ്ഞ് പിശാചിനോട് ഇങ്ങനെ ഭയങ്കര. ഞാൻ സീറ്റിലിരുന്ന്, AC-യുടെ കീഴിലാണ് എൻ്റെ സീറ്റ് ഇരിക്കുന്നത്, ചൂടുള്ള സമയമാണ്. പക്ഷേ AC നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അകത്തിങ്ങനെ മൽപ്പിടുത്തം നടക്കുകയാണ്. ഇല്ല, ഞാൻ പോയി പറയും, ഡയറക്ടറോട് പോയി പറയും, പുള്ളിക്കെതിരെ പറയും, പുള്ളിയും ശരിയല്ല ആള്, പുള്ളി എനിക്കിട്ട് പാര വെച്ചല്ലോ, ഞാനും പാര വയ്ക്കും.
ദൈവം ആദ്യമൊക്കെ പറഞ്ഞു വേണ്ട മോൻ, അത് വിട്ടുകളാ, നമ്മുടെ പോരാട്ടം ഇല്ല, അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മളൊക്കെ പറയുന്നു അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവരൊക്കെ തലയിൽ കൂടെ കയറി നിരങ്ങുമെന്ന് പറയും. ഓ, ദൈവത്തെ പഠിപ്പിക്കുന്ന നമ്മൾ. അവസാനം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. You will not speak a word in this office. ഞാൻ പത്തി മടക്കി പറഞ്ഞു, ഓക്കെ കർത്താവേ. അപ്പോൾ ഒരു വലിയൊരു സൈ ഓഫ് റിലീഫ്, എൻ്റെ അകത്തുനിന്നൊരു ദീർഘശ്വാസം പുറപ്പെട്ടു. ആ പുറപ്പെടുകയും അതിനോട് ചേർന്ന് എൻ്റെ നെറ്റിയിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തടവിയപ്പോൾ ഭയങ്കര വേർപ്പ് തുള്ളിയ. ഞാൻ വിചാരിച്ചു AC-യുടെ കീഴിരുന്നിട്ടാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അകത്ത് നടന്ന ഒരു പോരാട്ടത്തിൻ്റെ പ്രതിഫലനമാണ് നിൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ ഈ വിയർപ്പെന്ന് പറഞ്ഞു. അപ്പോൾ പോരാട്ടം എവിടെ നടക്കുന്നതെന്നറിയോ? ആ സഹോദരനോടല്ല, സഹോദരിയോടല്ല, പാസ്റ്ററോടല്ല, നമ്മൾ കാണുന്ന മനുഷ്യരോടല്ല, നിന്റെ അകത്ത് തന്നെ പോരാട്ടം നടക്കുകയാണ്. അതിനെ നീ പരാജയപ്പെടുത്താൻ നീ തിരിച്ചറിഞ്ഞാൽ, പഠിച്ചാൽ, ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നീ മാറുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? ഐ വാണ്ട് ടു ബി. ആ സംഭവത്തിന് ശേഷം കർത്താവ് പറഞ്ഞു, എടാ ഇന്ന് നീ പിശാചിൻ്റെ ചെകിട്ടത്ത് അടിച്ചെന്ന് പറഞ്ഞു. ഓ വാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നാണ് എനിക്ക് മനസ്സിലായേ, ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുത്താൽ നീ അടി കൊള്ളുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ നീ പിശാചിനിട്ട് ഭയങ്കര അടി അടിക്കുന്നേ, പിശാചിൻ്റെ രാജ്യത്തിനിട്ട്, അവൻ്റെ അന്ധകാര ശക്തികൾക്കെതിരെ നീ ക്രിസ്തുവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ്റെ രാജ്യം തകരുകയാണ്. നിന്റെ ഉപവാസത്തിനും നിന്റെ അന്യഭാഷയ്ക്കും അവൻ്റെ രാജ്യത്തെ തകർക്കാൻ കഴിയത്തില്ലെങ്കിലും നീ സത്യത്തിൽ നടക്കുമ്പോൾ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അടിത്തറ ഇളകുകയാണ്. എത്ര പേർ ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുള്ളവരുണ്ട്? ചാടി എഴുന്നേറ്റാട്ടെ. ലെറ്റ്സ് പ്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ വ്യാപരിക്കുന്ന there is a spirit of overcoming. ഹല്ലേലൂയ. ജയിക്കാൻ വേണ്ടി ദൈവം പകരുന്ന ഒരു അഭിഷേകമുണ്ട്. അത് പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ രാത്രികാലം, എനിക്കറിയാം നമ്മൾ എഴുന്നേക്കാൻ പറയുമ്പോൾ കുറച്ച് പേര് ബാഗ് എടുക്കും പോകാനൊക്കെ ഉള്ള. പ്ലീസ് 5 മിനിറ്റ് കൂടെ നിങ്ങളോട് ചോദിക്കും. 8:30 മുമ്പ് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. Don't go without responding to the word of God. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച വചനത്തിന് മുൻപാകെ റെസ്പോണ്ട് ചെയ്യാതെ ഇറങ്ങിപ്പോകരുത്. അത് അവനോട് കാണിക്കുന്ന ഒരു അനാദരവാണ്. ഹല്ലേലൂയ. എന്നോടല്ല, ഞങ്ങൾക്കൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കണ്ണുകളെ അടച്ച് പറ, കർത്താവേ എനിക്ക് ജയിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ട ഇടങ്ങളിലെല്ലാം എനിക്ക് ജയിച്ചു കയറണം. പടിപടിയായി നീ എൻ്റെ കരം പിടിച്ച് എന്നെ വഴി നടത്തണം. പിശാചിനെ ജയിക്കുവാൻ, ഹല്ലേലൂയ, പാപത്തെ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ, ലോക സ്നേഹത്തെ ജയിക്കുവാൻ കൃപ തരണമെന്ന് തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുന്നവർക്ക് ഇന്ന് രാത്രി അതിനുള്ള കൃപ ലഭിക്കും. ഹല്ലേലൂയ. ഓ, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, ദൈവത്തോട് പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ 20 വർഷത്തെ സ്റ്റോറി പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ഓരോ രാത്രിയിലും ദൈവസന്നിധിയിൽ കരഞ്ഞും വിളിച്ചും പ്രാർത്ഥിച്ചും ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ജയിക്കണം. തോറ്റത് മതി. പാപത്തിന്റെ മുൻപാകെ മുട്ടിടിച്ചത് മതി. പാപം നാളെ എൻ്റെ മുൻപിൽ വന്ന് എൻ്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ അവനോട് നോ പറയാനുള്ള ശക്തി എനിക്ക് വേണം. അതാണ് പെന്തിക്കോസ്ത്. ഹല്ലേലൂയ. കൈയടിക്കുമ്പോൾ മാത്രം വ്യാപരിക്കുന്ന ശക്തിയല്ല പെന്തിക്കോസ്ത്. ഹല്ലേലൂയ. പാപത്തിനെതിരെ പോരാടാനുള്ള, ലോക സ്നേഹത്തിനെതിരെ നോ പറയാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി രാത്രിയിലൂടെ വ്യാപരിക്കുന്ന ഒരു അസാധാരണ അനോയിന്റിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ചുമ്മാതെ പറഞ്ഞല്ല, ഹെബ്രോനിയൻസിനോടുള്ള ദൈവത്തിന്റെ നീതിയാണ് നിങ്ങളെ ഹല്ലേലൂയ ഈ ദേശത്ത് ക്രിസ്തുവിന്റെ പത്രങ്ങളായി കർത്താവ് കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ അപ്പുറം ലോകത്തിൽ ക്രിസ്തുവിനെ വരച്ചു കാണിക്കാൻ നിങ്ങളുടെ ജീവിതം മുഖാന്തരം കർത്താവിന്റെ മുൻപിൽ ഒരു സാക്ഷിയായി, ലോകത്തിന്റെ മുൻപിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിങ്ങളെ മാറ്റും. പരാജയപ്പെട്ടിടത്ത് നിങ്ങളെ ദൈവം ജയത്തോടെ എഴുന്നേൽപ്പിക്കും. വിട്ടുകൊടുക്ക. ജഡത്തിന് ചെവി കൊടുക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ, പറ്റത്തില്ലെന്ന് പറയുന്ന ശക്തികൾക്കെതിരെ പറ, പറ്റും. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പാപത്തെ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ, ലോക സ്നേഹത്തെ ജയിപ്പാൻ
ഇന്ന് രാത്രിയിൽ ഒരു അസാധാരണ anointing ഈ മുറിയിൽ വ്യാപരിക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കലങ്ങളുടെ ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിയാട്ടെ. As a sign of surrender. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹല്ലേലൂയ സറണ്ടറിന്റെ ഒരു സിംബലായിട്ട് കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ ഇവിടെ വന്നത് വെറുതെയല്ല, നീ എന്നെ കൊണ്ടുവന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഒരു ജയാളി, ഒരു ഓവർകമേഴ്സ് മെന്റാലിറ്റി ആയിട്ട്, ഒരു ജയിക്കുവാനുള്ള മനോഭാവമായിട്ട് ഞാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ കണ്ടതും കേട്ടതും ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിച്ചതല്ല. നിന്റെ വചനത്തിൽ നിന്ന് കീഴ്പ്പെട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിച്ചുകൊണ്ട് ജയാളിയായി മുന്നേറാൻ. ഹല്ലേലൂയ. യെസ്, കൈകൾ ഉയർന്നിരിക്കട്ടെ. നിങ്ങളുടെ സമർപ്പണം കർത്താവിൻ്റെ മുൻപിൽ ഹല്ലേലൂയ വെളിവാകട്ടെ. നമ്മൾ ഒരുമിച്ച് അല്പനിമിഷം കൂടെ പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാനിടയായത്. I request the rebel team, the pastors to come. നമുക്ക് ഒരുമിച്ച് ഈ സഭയ്ക്ക് വേണ്ടി, ഈ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായത്. എന്തു നല്ലോർ സഖിയേശു, പാപ ദുഃഖം എല്ലാം യേശുവോട് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം. പ്രാർത്ഥന ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപിലേക്ക് ഓടി വരാം. അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ചിലരോട് തയ്യാറാണ്. റിബൽ ടീം ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്, ദൈവദാസന്മാരുണ്ട്. We would like to pray for you. If the Holy Spirit is drawing you to the front, please come running. Hallelujah. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കൽ കൂടി നിങ്ങളെ വിളിക്കുകയാണ്. Come forward. To walk in a newness of life. ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കാലടികളെ മുൻപോട്ട് വെച്ചാട്ട് വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ഒരു സിംബലായിട്ട് കർത്താവിനോട് പറ, കർത്താവ്, ഇതുവരെ നടന്നതുപോലെയല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ജയത്തിൽ നടക്കുവാൻ ഇന്ന് രാത്രിയിൽ എന്റെ കാലടികൾക്ക് വേഗത നൽകി. എന്റെ ഹല്ലേലൂയ ആത്മാവിൽ നിന്റെ അഭിഷേകം പകരണമേ. Come on, come on, come on. അധികാരമുള്ള നാമത്തിൽ തലമുറകളെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു. സൈന്യമായി എഴുന്നേൽക്കട്ടെ. ക്രിസ്തുവിന്റെ യഥാർത്ഥ ഭക്തരായി ഇവർ മാറട്ടെ. ദൈവ സ്നേഹത്താൽ ഇവർ മൂടപ്പെടട്ടെ. വചനത്തിന്റെ വെളിപ്പാടുള്ളവരായി ഇവർ നടക്കട്ടെ. ഓ പരിശുദ്ധാത്മാവിന്റെ സംസർഗത്തിൽ, ഇടമുറിയാത്ത സംസർഗത്തിൽ ഇവർ നടക്കുവാൻ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തലമുറയോട്, ഈ ഹല്ലേലൂയ സഭയോടുള്ള ദൈവത്തിന്റെ നീതി, പിതാക്കന്മാരുടെ മാതാക്കളുടെ കണ്ണുനീരിനെ നീ ഓർത്ത് ഇവിടെ നിന്നൊരു തലമുറയെ നീ ഉദ്ധരിക്കണമേ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, മരിക്കാനും തയ്യാറാകുന്ന ഒരു തലമുറ ഹെബ്രോൻ ചാപ്പലിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. Come on, പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചാട്ടെ. This may be your time. ഇത് നിങ്ങളുടെ സമയമായിരിക്കാം, ഇത് നിങ്ങളുടെ സമയമായിരിക്കാം. ഇതിനെ വൃഥാവാക്കി കളയരുത്, പാഴാക്കി കളയരുത്. You may not get another opportunity. പിശാച് വളരെ തന്ത്രജ്ഞനാണ്, അവൻ വളരെ തന്ത്രശാലിയാണ്. അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, ജഡത്തിന് ചെവി കൊടുക്കാതെ ദൈവസന്നിധിയിൽ ഒരു അടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ അടിമ, നിന്റെ സ്നേഹം എന്നെ മൂടട്ടെ, നിന്റെ കൃപ എന്നെ മൂടട്ടെ. ആത്മാവിന്റെ സാന്നിധ്യവും സഹവാസത്തിൽ നടപ്പാൻ എന്നെ സഹായിക്കണമേ. പ്രിയ
ഇന്ന് രാത്രികാലം നമ്മൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന്? പ്രൈസ് ദി ലോർഡ്. നൂനിൻ്റെ മകനായ യോശുവ 110 വയസ്സിൽ മരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യോശുവ മരിച്ചതിന് ശേഷം തങ്ങളുടെ പിതാക്കന്മാർ അവർ വിളിച്ച ദൈവത്തെ, അവരറിഞ്ഞ ദൈവത്തെ അത് അടുത്ത ഒരു തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുത്തു. അത് അടുത്ത തലമുറയിലേക്ക് അവർ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ 10-ാം വാക്യമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയും, ഒരു തലമുറ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ ഒരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. വിളിച്ച ദൈവത്തെ അവർ അറിയാതെ പോയൊരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. പിതാക്കന്മാർ അറിഞ്ഞ ഒരു ദൈവത്തെ അടുത്തൊരു തലമുറ അറിയാതെ പോയ ഒരു തലമുറയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നിട്ട് അവിടെ വായിക്കുവാൻ കഴിയുന്നത് നമുക്കിങ്ങനെയാണ്: അവരവസാനം ബാലിനെ സേവിക്കാൻ തുടങ്ങി. പ്രിയ കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, മാതാവേ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള ഒരു കാലഘട്ടം ഒന്നുമല്ല. എന്താണെന്നറിയത്തില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഇന്ന് നമ്മുടെ സഭകളിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ പറയാനുള്ള കാര്യം, പാസ്റ്റർ ബ്ലസ്സൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് കഥ തുറന്നൊന്ന് പുറത്തോട്ട് പോയി. ഒരപ്പച്ചൻ ഒരു യവനക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നു: എടാ, നിനക്കിതൊന്നും കേൾക്കണ്ടേ? യവനക്കാരൻ്റെ മറുപടി: ഇതൊക്കെ എത്ര വട്ടം കേട്ടിട്ടുള്ളതാ. എന്നെ വളരെയധികം വിഷമപ്പെടുത്തി അത് കേട്ടപ്പോൾ. നമ്മുടെ പരാജയം അവിടെ. നമുക്കെല്ലാം വേണം. പാട്ട് കൊള്ളാം, ആരാധന കൊള്ളാം, വിഷൻ ഷെയറിങ് ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ദൈവവചനം കേൾക്കാറാകുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പും ഒരു തളർച്ചയും കേൾക്കാനുള്ളൊരു ആഗ്രഹക്കുറവും ഒക്കെയാണ്. പാസ്റ്റർ ആരാധനയൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് അങ്ങോട്ട് പ്രസംഗിക്കാൻ കയറുമ്പം പകുതി പേര് ഇറങ്ങിപ്പോയി. ഇനി പ്രസംഗമല്ലേ, ഇനി എന്തിനാ? നമ്മുടെ ചർച്ചിലൊക്കെ നടക്കാറുള്ളല്ലോ. അതുവരെ ഉള്ളതൊക്കെ മതി, വചനം വേണ്ട. ചോറ് കഴിക്കാതെ കറി മാത്രം കഴിച്ചിട്ട് ആരെങ്കിലും പോവോ? നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇതൊക്കെ. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ദൈവവചനത്തിന് കൊടുക്കണം. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം കൊടുത്താലേ സഭ നന്നാവൂ. അല്ലാതെ കീബോർഡും മ്യൂസിക്കും ഒക്കെ ഉണ്ടെന്നും എന്നൊന്നും നന്നാവാൻ പോകുന്നില്ല. അതൊക്കെ വേണ്ടെന്നല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്ഥാനം എവിടെ? എനിക്കറിയാം ഇന്ന് ഈ പ്രോഗ്രാം ഈ സഭയിലെ കുഞ്ഞുങ്ങളാണ് ഇവിടെ നടത്തുന്നതെന്ന്. ഈ സഭയിലെ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് പപ്സും ചായയൊക്കെ പിന്നെ കൊടുക്കാം, നമുക്ക് സമയമുണ്ട്. ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് അകത്തോട്ട് കടന്നു വരുമോ? എനിക്കറിയാം നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ചായയും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്.
ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്നകത്തോട്ട് കടന്നു വരാം. ഞാൻ ക്രിസ്തുവിലെ സ്നേഹിക്കുന്ന കാലേ പാസ്റ്ററുണ്ട്, ഒന്നും മുമ്പോട്ട് വരാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഈ അടുത്ത തലമുറ. ഈ ചർച്ചിൻ്റെ, ഈ സഭയുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് നിങ്ങളാ. ഇനി ഈ സഭയിലുള്ള പാസ്റ്റർമാരും എൽഡേഴ്സും സെക്രട്ടറിയും എന്തൊക്കെ, ക്യാൻ യു ഓൾ കം ഫോർവേഡ്? നിങ്ങളെല്ലാവരും ഒന്ന് കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് ഒന്ന് കൈവച്ച് അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം പ്ലീസ്. ഈ 4x100 ഈ 4x ഒരു 400 മീറ്റർ ഓട്ട മത്സരം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ ഓട്ട മത്സരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരു ബാറ്റൺ നമ്മൾ കൈമാറാറുണ്ടല്ലേ, റൈറ്റ്? ആ ബാറ്റൺ ഇല്ലാതെ എത്ര ഓടിയിട്ടും ഒരു കാര്യവും ഇല്ല. നീ ഒന്നാമത് എന്നിട്ടും ഒരു കാര്യമില്ല, നിൻ്റെ ആ ബാറ്റൺ വേണം. നിങ്ങൾ ഇന്നിത് ഇവർക്ക് കൈമാറിയേ പറ്റത്തുള്ളൂ, എന്നാലേ അവർക്ക് ഇത് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. പ്ലീസ് പ്ലീസ്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയായിട്ട് നിങ്ങൾ മുന്നോട്ട് കടന്നു വരണം. പാസ്റ്റർ പ്ലീസ്, സഭയിലുള്ള ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പാസ്റ്റർമാരും കടന്നു വന്നാട്ടെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത തലമുറയവര്. എനിക്കറിയാം, നമ്മളിവിടെ കേട്ടു ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ. there is only one generation, ജീസസ് ജനറേഷൻ. സഹോദരിമാരെ, ചർച്ചിലുള്ള സഹോദരിമാരെ, പ്ലീസ് പ്ലീസ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ മാമയ്ക്കൊന്ന് മുമ്പോട്ട് കടന്നു വന്നാട്ടെ. Sing en രക്ഷകൻ ദൈവം, en രക്ഷകൻ ദൈവം, en രക്ഷകൻ ദൈവം. As we're going to sing this song, as we're going to worship sometime, let the Holy Spirit fall in this place. ഈ സഭയിലുള്ള കുഞ്ഞുങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവർക്കും പ്ലീസ്, യു ഗൈസ് ക്യാൻ കം, ബിക്കോസ് വി ആർ ദ നെക്സ്റ്റ് ജനറേഷൻ. പ്ലീസ് പ്ലീസ്, നാണിക്കേണ്ട ഒരു കാര്യമില്ല. വി ആർ സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, നമ്മൾ നാണിക്കേണ്ട ഒരു കാര്യമില്ല.
എൻ യേശുമാ മാതിയേ നീക്കേതു നേരത്തും എൻ രക്ഷകാ എൻ ദൈവമേ ആത്മാവിൽ ഒരുമിച്ച് ശക്തിപ്പെട്ടു തുടങ്ങട്ടെ. ഒടുവിൽ കർത്താവിനും എല്ലാ കരകൾ തട്ടി അത്ഭുതങ്ങളുടെ അന്യഭാഷകളിൽ ഒരാത്മഭാഷയായി അന്യഭാഷകളിൽ ഒരുമിച്ച് അടുത്ത പുറത്തു വരിക. അടുത്തൊരു തലമുറ പുറത്തു വരിക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അസാധാരണമായ മിനിസ്ട്രിയുടെ ലെവലുകൾ ആത്മാവിനെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണ്. കൈകൾ തട്ടി അന്യഭാഷകളിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് അത് മനുഷ്യരല്ലോ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അന്യഭാഷകളിൽ
അടുത്തൊരാളിലേക്ക് അത് പകരട്ടെ. അടുത്തൊരാളിലേക്ക് എലീശയുടെ മേൽ നിന്ന് പുതപ്പ് കൈമാറിയ പോലെ ചില പുതപ്പുകളുടെ കൈമാറ്റങ്ങൾ. ഓ റീബമ ഉടമ റമന റമന അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ അവർ മനുഷ്യരോടല്ല, അവർ ദൈവത്തോടത്രേ. ഓ റീഖമൗഡ റമന റമന ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇതിനകത്ത് മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ. ഓ റീബമ ശമന റമന ഹല്ലേലൂയ 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 ഉടമ റമന വൈദമന റീഖബാബ ശാന്തേദേ ഉടമ റമന 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 ഓ റൗണ്ട റൗഷ ഉടമ റമന. എല്ലാ കരങ്ങൾ തട്ടി ആത്മാവിൽ ഒരുമിച്ച് കയറുക. അടുത്തൊരു തലമുറ, അടുത്തൊരു തലമുറ, അടുത്തൊരു തലമുറ. ഉടമ റമന ശമന ഒരു പുതപ്പ് കൈമാറിയ പോലെ എന്റെ കൈവെപ്പിനാൽ നിന്റെ മേലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കണം. വെളിപ്പാടിന്റെ ശുശ്രൂഷകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഓപ്പണായി വരട്ടെ. ഓ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എബ്രോൻ ചാപ്പലിന്റെ മേൽ വിധിക്കപ്പെട്ട ഓ റീബ റീബ ഉടമ റിവന റമന 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 ഉണ്ട രാധ റിവന റിവന റിവനവ ശമനം സേ റീവല വൈദവ ഉടമ റിവന ഉടമ റിവന 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 ഉടമ റിവന 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 ഓ റീബ റിവന റിവന റമന ഓ റീഖാരശ ഉടമ റീവല വൈദവ ഉടമ റമന ശമന രമന രമന ഓ റീബ റീബ റീവല വൈദവ ഉടമ റിവന 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 ഓ റീബ അന്യഭാഷകളിൽ ഉടമ റിവന റിവന റിവനവ റിവനവ ശമന പ്രധാന ദൈവ ദൂതശബ്ദത്തോടും പ്രധാന ദൈവദൂതർ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങി Hallelujah.
ആത്മതലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് എത്തിക്കേറുന്നു. അന്യഭാഷയിൽ മടുപ്പില്ലാത്തവർ, അഭിഷേകം ചോർന്നു പോയിട്ടില്ലെന്ന് ഉറപ്പുള്ളവർ, കലകളിൽ അന്യഭാഷകളിൽ പണ്ടത്തെ തലമുറകൾ ഉള്ളവർ രമണ 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 റീവന വൈദവ റീവന വൈദ റീഖോ റോഡോ റോഡോ ഹോ റീവ ബാബ റീവന വൈദവ ഉണ്ടവനവനെ ഹോ റീവ വന വൈദവ റീവന വൈദ നിഗന ഹോ റീവ ഉണ്ടവ രമണ 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 വൈദവന ചേർച്ചേനെ ദൈവിക സൗഖ്യം നടക്കട്ടെ, ദൈവിക സൗഖ്യം നടക്കട്ടെ. ഉണ്ടവ രമണ വൈദവന ശമന വൈദ പൗലോസ് പറഞ്ഞവന്റെ കൈകളിലാൽ ൊടിക്കുന്ന അടുത്തൊരു സുരൂഷയുടെ തലങ്ങൾ വെളിപ്പെടുന്ന പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരാത്മപകർച്ചയുടെ അന്യഭാഷകളിൽ ഒരുവന്റെ വില കൊടുത്ത അഭിഷക്തന്മാരുടെ സമയത്ത് ഒരുവന്റെ കരഞ്ഞ അപക്ഷന്മാരുടെ സമയം അവരിൽ നിന്ന് ഒരു ബാറ്റിന് കൈമാറുന്ന പോലെ അടുത്ത തലമുറയുടെ മേലേക്ക് ഏലിയാവിന്റെ മേൽ നിന്ന് പുറത്ത് ഏലീശയുടെ കൈമാറിയ പോലെ ഇതാ ഒരു പിതാക്കന്മാർ വഹിച്ച അഭിഷേകത്തിന്റെ പുറത്തിന്റെ കൈമാറ്റം അടുത്ത തലമുറകളുടെ മേൽ അത് പതിയെ പതിയെ കുഞ്ഞുങ്ങളെ പഠിത്തത്തെ പഠനത്തോടെ വാദിക്കുന്ന മൈഗ്രേനുകൾ നിന്റെ ഭാവിക്കത് നിന്റെ അഡ്മിഷനെതിരെ നിനക്ക് കേറുവാൻ സാധിക്കാത്തതിനെ ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കൈകളൊന്ന് കോർത്ത് പിടിക്കാമോ? നിങ്ങളുടെ കൈകളൊന്ന് കോർത്ത് പിടിക്കാമോ? കഴിഞ്ഞ ദിവസം ബ്രൈറ്റ് ബ്രദറുടെ ബ്ലസം ബ്രദറുമായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റി. പക്ഷെ കഴിഞ്ഞ UAയുടെ VBS നടക്കും. UA IPC റീജിയൻ്റെ VBS നടക്കുക. 38 കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല സ്നാനപ്പെടാൻ. ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നു. ഒരു കുഞ്ഞു പറയാം, ദേഹം മൊത്തം ബ്ലേഡ് കൊണ്ട് മുറിക്കുക.
ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന കുഞ്ഞ് BBSനകത്ത്. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആദ്യം സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ നാക്കെ വെച്ച് തന്നെന്ന് പറഞ്ഞു. സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു പെൺകുഞ്ഞ് എന്നോട് മുന്നേ വന്ന് പറഞ്ഞത്, പാസ്റ്ററെ എൻ്റെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ എൻ്റെ മമ്മിയും സിസ്റ്ററും ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യും, ഞാൻ വീട് തൂക്കും, എന്നിട്ട് ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയറിന് ആദ്യം എത്താൻ ഞാൻ ആവേശം കാണിക്കും, എന്നിട്ട് ഞാനെല്ലാം ചെയ്തു. പക്ഷെ ഞാൻ സ്നാനപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം തളരാൻ തുടങ്ങി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. വൈ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എനിക്ക് എങ്ങനെയും ആത്മഹത്യ ചെയ്യണം, എങ്ങനെയും. 1.5 മണിക്കൂർ റോഡിൽ നിന്ന് ആ കുഞ്ഞുമായിട്ട് സംസാരിച്ച്. റീബിൽഡിൻ്റെ മീറ്റിംഗ് സാധാ മീറ്റിങ്ങിൽ, കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണ നടന്ന മീറ്റിങ്ങിൽ വലിയ കയ്യടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മലപ്പുറത്തുനിന്ന് ഒരു റിസൾട്ട് കിട്ടി. ഇവർ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവിനൊരു തീരുമാനമെടുത്തു. എന്തിനാ ഈ കൈ കൊടുത്തതെന്നറിയാമോ? പഴയ നിയമത്തിൽ ഈ 2 കുറുക്കന്മാരുടെ വാല് കെട്ട്, എന്നിട്ട് അത് തീ കൊളുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി വയല് കത്തിച്ചോളം പറഞ്ഞു. ഈ 2 കുറുക്കന്മാർ. എനിക്കൊന്ന്, ഞാനും ഷാരോനോട് ഒരു 7-8 വർഷം ഒത്തിരി വേദി നിന്നിട്ടുണ്ട്. അതിനുശേഷം നീണ്ട ഗ്യാപ്പിന് ശേഷം നിൽക്കുന്നു. ഒത്തിരി വേദികളിൽ നിന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിപ്പോയി. പുതിയ നിയമത്തിലും ഇത് തന്നെ യേശു ചെയ്തു. 70 പേരെ നിർത്തിയിട്ട് 35 ടീമാക്കി കൈ കൊടുക്കാൻ പറഞ്ഞു. അത് ഊതിയിട്ട് പറഞ്ഞു, റിസീവ് ദ പവർ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ വയലുകൾ കത്തിക്കണം. ഇന്ന് അതിനൊരു തുടക്കം കുറിക്കട്ടെ. ബൈബിൾ കോളേജിൽ നിന്ന്, എൻ്റെയൊക്കെ ചർച്ചയിൽ നിന്ന് എനിക്ക് ശേഷം ഇറങ്ങിയവരില്ല. ഈ സഭയിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതകൾ വളരെ കുറയുന്നു. പക്ഷേ പാസ്റ്ററുടെ കാലത്ത് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോൻസിച്ചാൻ്റെ ഓടി വന്നേ ജെർമി നല്ല ഉന്നത സ്ഥാനത്ത് നിന്ന് പഠിച്ച് ജോലി കിട്ടിയ ആൾ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനമെടുത്തു. ഇതുപോലെ എനിക്ക് വലിയ ആഗ്രഹം റെനിയെ കർത്താവിന് വേണ്ടി വേർതിരിക്കണം. കാര്യം അവൻ്റെ അപ്പൻ 11 വർഷമായിട്ട് എൻ്റെ കൂടെ കുട്ടിക്കാനത്ത് പായിടാനും കസേറ തുടയ്ക്കാനും ഒരു ചെറിയ ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ച 1050 രൂപ സ്തോത്രാഴ്ച കിട്ടുന്നത്. 11 വർഷമായിട്ട് കുമ്പനാട് സെൻറ്ററിൽ ഒരു പയ്യൻ പോവാ കുട്ടിക്കാനം വരെ. എൻ്റെ കൂടെ ശുശ്രൂഷിക്ക് ദൈവദാസൻ ബാക്കിയിലുണ്ട്. 11 വർഷമായി എൻ്റെ പപ്പ എൻ്റെ കൂടെ കസേര ഇടാനും. എല്ലാ ശനിയാഴ്ച ഞങ്ങൾ പോയി ലയങ്ങൾക്കകത്ത് പോയി അരി കിറ്റ് കൊടുക്കും. പട്ടിണിയില്ലാത്ത ഒത്തിരി പേർക്ക് 1.5 വർഷമായിട്ട് അരി കൊടുക്കുക ഞങ്ങളുടെ പരിപാടി. ഇന്ന് വരെ ഞങ്ങളുടെ കലത്തിലെ മാവ് പറ്റിയിട്ടില്ല. അടുത്തൊരു തലമുറ പുറത്ത് വന്നേ പറ്റൂ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളെ, മൈഗ്രെയിനുകൾ സൗഖ്യമാകണം. ഇതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും. ഉറപ്പ്. പാസ്റ്റർ, ഈ മീറ്റിംഗ് വെറുതെ അല്ല. അടുത്ത തലമുറ പുറത്ത് ദൈവം കൊണ്ടുവരുന്ന ഉറപ്പുള്ളവർ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ വരുന്നില്ലെന്ന് പലപ്പോഴും പറഞ്ഞ് ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞു നിന്നതാ. യോശുവ വന്ന് വിളിച്ചോ, എന്നിട്ട് വീണ്ടും വിളിച്ച് എന്നെ കൊണ്ടു നിർത്തിയതാ. ദൈവം നിങ്ങളെ തൊടാൻ പോകുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഞാൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ദൈവദാസൻ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ കണ്ണുകളും അടച്ച്. അന്യഭാഷയെ സംസാരിക്കുന്നത് അന്യഭാഷ സംസാരിക്കും. എന്താ പറയുക? ദൈവം എൻ്റെ കൂട്ടുകാരി ഒന്ന് കത്തിയിരിക്കാൻ പറ. ദൈവം ഇവളുടെ ഭാരം ഒന്ന് ഒഴിച്ചു മാറ്റേ. അവൾ കരയുന്നത് അമ്മ കാണുന്നില്ല, അവൾ കരയുന്നത് അപ്പം കാണുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി അവളെ ദൈവം തൊട്ടേ പറ്റൂ. എലിസബത്തിൻ്റെ ശരീരത്തേക്ക് ദൈവമേ മറിയ വന്ന് വന്ദനം പറഞ്ഞപ്പോൾ ദൈവശക്തി വ്യാപരിച്ചതുപോലെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശേഷാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എബ്രോൺ സഭയ്ക്കും ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ തോന്നിയെങ്കിൽ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ നിയോഗം ഇത് ഞങ്ങളുടെ സെൻട്രൽ മുഴുവൻ വ്യാപിക്കണം. ഇവിടെ വില കൊടുത്ത പിതാക്കന്മാരുടെ ചരിത്രം ഞങ്ങൾക്കറിയാം. ഉടുതുണിക്ക് മറുതുണിയില്ലേലും ബ്രൈറ്റ് ലൈറ്റ് ഇല്ലാത്ത കാലത്ത് ടോർച്ചിന് പകരം ചൂലും കട്ടിത്ത് കത്തിച്ചോണ്ട് രാത്രി പോയ കാലഘട്ടങ്ങളുണ്ട്. ദൈവമേ, കാത്തിരിപ്പ് യോഗങ്ങൾക്കകത്ത് ദൈവശക്തി പ്രാപിക്കാൻ. അവിടെ കാലിൽ ബൂട്ട്സിൻ്റെ ഷൂ ഇല്ലായിരുന്നു, പക്ഷെ കാല് മൊത്തം പൊട്ടി വെടിച്ച് കീറിയിട്ട് ദൈവമേ അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നപ്പോൾ അതുങ്ങളുടെ തലമുറകളുടെ കാലുകളെ ഈ ദേശത്ത് ഉറപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്ന് ഇവിടെ തലവണയ്ക്ക് തലമുറകളെ ഞങ്ങൾ അഭിഷക്തന്മാർ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വേർതിരിക്കുന്നു. ഞങ്ങൾക്കിൻ്റെ റിസൾട്ട് കാണണം. ദൈവമേ, ഈ അഭിഷക്തൻ ഈ സഭയിൽ നിന്ന് പോകും മുമ്പേ അനേക കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാൻ
ഇന്ത്യയുടെ രാജ്യത്തിനപ്പുറത്തേക്ക് പറഞ്ഞയക്കണല്ല. ഞങ്ങൾ പാർക്കുന്ന ഇന്ത്യയുടെ മണ്ണിനകത്ത് നുരഞ്ഞു കയറുന്ന പൈശാചിക തന്ത്രങ്ങളെ ജയിക്കാൻ അഭിഷേകത്തിൻ്റെ കൊമ്പ് വഹിക്കുന്ന ഒരു തലമുറകളെ വേർതിരിക്കുവാൻ ഞങ്ങൾ ഉള്ളം തോന്നി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭിന്നിപ്പിക്കരുതേ, ഞങ്ങളെ ഭിന്നിപ്പിക്കരുതേ ദൈവമേ. എല്ലാവർക്കും പെട്ടകം ചുമക്കാൻ നിയോഗമില്ല, എല്ലാവർക്കും കാഹളമൂതാൻ നിയോഗമില്ല, എല്ലാവർക്കും ആർപ്പിടാൻ അറിയില്ല. ആർപ്പിടാൻ അറിയാവുന്നവർ ആർപ്പിടട്ടെ, പെട്ടകം ചുമക്കാൻ അറിയുന്നവർ പെട്ടകം ചുമക്കട്ടെ. അല്ല, നൃത്തം ചെയ്യാൻ അറിയാവുന്നവർ നൃത്തം ചെയ്യട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇത് ചെയ്യുമ്പോൾ വൻ കോട്ടകൾ തകരും. ദൈവജനത്തിനെ മുന്നോട്ട് വിടാതെ വരിഞ്ഞു മുറിക്ക കോട്ടകളുടെ മേൽ ജയമെടുക്കാൻ ദൈവം ശക്തീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നന്ദി. യേശു നാം തന്നെ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണ്. ആമേൻ. പക്ഷേ സമയം 9 മണിയായി. നമുക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകണം. നിങ്ങൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇരിക്കാമെങ്കിൽ നിങ്ങളുടെ അതാത് സ്ഥാനം പ്രത്യേകിച്ച് IPC ഹെബ്രോൺ സഭയോടും പാസ്റ്റർ സാംകുട്ടി ദാനിയോളിനോടും we just want to give thanks for calling us. ഞങ്ങളിവിടെ വിളിക്കുവാനും പ്രത്യേകിച്ച് ജോഷ് എൻ്റെ അടുത്ത് ഈ മീറ്റിംഗ് അച്ഛാ ഇതേപോലെ കുമ്പനാടുന്ന് വിളിച്ചു, നമുക്ക് പോകണം. ഞാൻ ജസ്റ്റ് ഐ എം ടെല്ലിങ് ദ ഫാക്റ്റ്. ജോഷ് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത വായിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം, കുമ്പനാട്ടുന്നോ? നമ്മളെയൊക്കെ കുമ്പനാടെന്ന് വിളിക്കുമോ എന്നൊക്കെയാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. എന്നുവെച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ പാസ്റ്റർ കാലേബ് പറഞ്ഞതുപോലെ നമ്മുടെ സഭകളിൽ നിന്നൊന്നും എത്ര കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട് ദൈവവചനം പഠിക്കാനും ബൈബിൾ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേര് ഇറങ്ങുന്നുണ്ട്. വി നീഡ് എഡ്യൂക്കേഷൻ, വി നീഡ് നോളജ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് പാസ്റ്റർ ബ്ലസ്സൻ, ഞങ്ങളെല്ലാവരും എന്താ പറയുക, ഒരു നല്ല നിലയിൽ നിന്ന ആൾ, എന്താ പറയുക, പഠിത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അവിടെ നിന്നാണ് ദൈവം ഞങ്ങളെല്ലാവരെയും വിളിച്ച് വേർതിരിക്കുന്നത്. അന്നു മുതൽ ഇന്നു വരെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് പല കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ആയിത്തീരും, ജീവിതം എന്തായിത്തീരും, എങ്ങോട്ടായത്. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്നു വരെ ഒന്നിനും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. പാസ്റ്റർ ബ്ലസ്സന് 3 പിള്ളേരുണ്ട്, എനിക്ക് 4 പിള്ളേരുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ എന്താ പറയുക, ഒരു ഈ അപ്പനൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ മക്കളമാരുടെ വില എന്തുവാന്നൊക്കെ അറിഞ്ഞത്. ഞാൻ എൻ്റെ അപ്പനെ ഒത്തിരി കരയിച്ചിട്ടുണ്ട്. പാസ്റ്റർ ബ്ലസ്സൻ അതിൻ്റെ അപ്പുറത്തെ പാസ്റ്റർ ബ്ലസ്സൻ്റെ അപ്പനെ കരയിച്ചിട്ടുണ്ട്. ജോഷ് ഒരു പാസ്റ്ററിൻ്റെ മോനാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാവരും പാസ്റ്റർമാരുടെ മക്കളാണ്. പക്ഷെ എവിടേക്കോ വഴിതെറ്റിപ്പോയി. ഒരിക്കലും വിചാരിച്ചില്ല ഇതേപോലെ ദൈവവചനമൊക്കെ എടുത്ത് ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമെന്ന്. പക്ഷെ ദൈവം ഇറ്റ്സ് ഫെയ്ത്ത്ഫുൾനെസ്. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒത്തിരി പൈസയൊക്കെ ചിലവാക്കിയായിരുന്നു പഠിക്കാൻ പോകാൻ വേണ്ടി. പഠിത്തമെല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോവാന്ന് പറയാൻ വേണ്ടി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആർക്കെങ്കിലും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. എൻ്റെ പിതാവ് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഫാദർ ഇൻ ദിസ് വേൾഡ്.
വേറെ ഒന്നും പറഞ്ഞില്ല. അന്നെനിക്കൊരു എൻ്റെ ഉള്ളിലൊരു കത്തലുണ്ടായി. എൻ്റെ പിതാവിന് ഇത്രയും സന്തോഷമാണെങ്കിൽ എൻ്റെ കർത്താവ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, we need to step up. Let's live for God. ദൈവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തും ദൈവവചനം പഠിച്ചും. അതിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നത്തെ ഒരു വലിയൊരു കുഴപ്പമാണ് സഭയിൽ നമ്മളെ വളരാൻ സമ്മതിക്കത്തില്ല, പിന്നെ ഗ്രൂപ്പിസം. ഇത് പറയാനുള്ള കാര്യം, ഞാനും IPCയിലൊക്കെ ജനിച്ചു വളർന്നൊരു കുഞ്ഞാണ്. ഇതൊക്കെ നമ്മൾ മറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മറന്നില്ലെന്നെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമെന്ന് തോന്നുന്നു. നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെ. ചില സമയത്ത് നമ്മൾ പലപ്പോഴും പിശാചിനെയൊക്കെ കുറ്റം പറയും, പക്ഷെ നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെ. പക്ഷെ അത് സ്നേഹമാണ് അതിനൊക്കെ ഒരു ഉത്തരം. അതിന് കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വന്നേ പറ്റത്തുള്ളൂ. കർത്താവിനെ അത് ഹീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹീ ക്യാൻ ഓൺലി ഹീൽ ഇറ്റ്. സോ ഞങ്ങളെ ഇന്നിവിടെ വിളിച്ച് ആസ് എ ടീം റീബിൽഡ്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ വേണ്ടി ഓർക്കുക, ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ചാപ്പലിൽ നിന്ന്, ഞാൻ ഇതുവരെ വേറെ എങ്ങും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര് കാൽവറി ചാപ്പൽ എന്നാണ്. അപ്പോൾ ഈ കോലാവേരി സോങ് ഇറങ്ങിയ സമയത്ത് ഇതേത് ചപ്പലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് കോലാവേരി ചപ്പലല്ല, ഇത് കാൽവറി ചാപ്പൽ. പക്ഷെ അതിന് ശേഷം ഞാൻ ഇന്ന ഒരു ചാപ്പൽ എന്നുള്ളൊരു ഇത് കാണുന്നത്. ഐ വാസ് സോ ഹാപ്പി. ഞങ്ങളെ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ടീമിലുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ജോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, പാസ്റ്റർ ബ്ലസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെല്ലാം പല ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരെല്ലാം ദൈവവേലയ്ക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ വേണ്ടി ദൈവവേലയ്ക്കും കൂടെ വേണ്ടി അവരുടെ ജീവിതത്തെ കൊടുത്തവരാണ്. അവരെല്ലാം ഞങ്ങളെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു സോ മച്ച്. സോറി, ഒരു കാര്യം കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം എനിക്കറിയാം, ഇവിടുത്തെ PIP, ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് സ്നേഹ, റെനി, ഇവിടുത്തെ എല്ലാവരും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റീബിൾ ടീം. ഇന്നത്തെ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്നുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ശക്തിയോടെ, ബലത്തോടെ. ഹല്ലേലൂയ. ഇവർ പറഞ്ഞ പോലെ നമ്മുടെ ചർച്ചിൽ നിന്നും നമ്മുടെ നെഹമ്യ അച്ചാച്ചൻ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് നെഹമ്യ അച്ചാച്ചൻ്റെ ആ ഒരു സാക്ഷ്യം ഞങ്ങളെല്ലാവരും കേട്ടത്, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് പോകുക എന്നുള്ളത്. ഈ അവസരത്തിൽ നെഹമ്യ അച്ചാച്ചൻ്റെ 2 വാക്ക് കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സർപ്രൈസായിട്ടാണ് നെഹമ്യ അച്ചാച്ചൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അച്ചാച്ചനെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. ആദ്യമായിട്ട് എൻ്റെ പേര് നെഹമ്യ അല്ല, ജെറമിയാണ്. നെഹമ്യ എൻ്റെ അനിയൻ്റെ പേരാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യം ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, ഒരു സൈന്യം ഇവിടുന്ന് എഴുന്നേൽക്കും. 2, ഈ തലമുറകളിലെ ചിലതിനെയല്ല, ഈ തലമുറയെ മൊത്തം. 3, ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കുന്ന ദൈവം. നിങ്ങൾ എത്ര പേര് ദൈവസാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ജെന്യുവിനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ നിറയ്ക്കും. എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഈ സഭയിൽ നിന്ന് ഒരു സൈന്യം എഴുന്നേൽക്കും, ഈ തലമുറ മൊത്തം ദൈവത്തിന് വേണ്ടി നിൽക്കണം. അതിന് ആദ്യത്തെ പടി മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. ഇതൊരു ആഹ്വാനമായിട്ട് നിങ്ങൾ എടുക്കണം. മാതാപിതാക്കൾ ഇടിവിൽ നിന്നേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ഒരു അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടായിരുന്നു ഈ സഭയിൽ ഇടിവിൽ നിൽക്കാൻ വേണ്ടി. അവർ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ തലമുറ ഇവിടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ, ഇടിവിൽ നിന്നേ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയോണ്ടല്ലാതെ ഇതിനെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തുമാത്രം കർത്താവിനോട് അടുക്കുന്നോ അത് മാത്രമേ നമ്മളെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തത്തുള്ളൂ. ഈ കാര്യം ഞാൻ നിങ്ങളോട് വാണിംഗായിട്ട് ഞാൻ തരുന്നു. സമയം തന്ന PIBക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം
ലെറ്റ്സ് ക്യാരി ദിസ് ഫയർ ബാക്ക് വിത്ത് അസ്. ഫൈനൽ പ്രെയർ ആൻഡ് ബെനിഡിക്ഷന് വേണ്ടിയിട്ട് KY പാസ്റ്ററിനെ ക്ഷണിച്ചു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി സ്തോത്രം. അങ്ങയുടെ പാദാന്തിയെ ഞങ്ങൾ വന്ന സമയം മുതൽ ഇത്രത്തോളം തിരുമേനി ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. വിശേഷ്യ IPC ഹെബ്രോൻ ചാപ്പലിലുള്ള PYP പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ടീമിനായി സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ മധ്യ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഉണർത്തത്തക്ക നിലയിൽ ശക്തമായ ദൈവത്തിൻ്റെ ആലോചന അറിയിച്ച അങ്ങയുടെ വിലയേറിയ ദാസന്മാരെയും അങ്ങയുടെ ടീം അംഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റീബിൽഡ് എന്നുള്ള ടീമിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പൊളിച്ച് പണിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ കൂടുതലായി സ്നേഹിപ്പാൻ കൃപ തരണമേ. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളുപരി ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിപ്പാൻ കൃപ തരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചുകൊണ്ട് ജയജീവിതം ചെയ്യുവാൻ കർത്താവ് കൃപ തരുമാറാകണം. ഞങ്ങൾക്കായി ജീവൻ തന്ന അരുമനാഥനെ ഉയർത്തിക്കൊണ്ട് അനേകരോട് കർത്താവിനെക്കുറിച്ച് സാക്ഷിപ്പാൻ അനേകരെ ഒരുക്കണമേ എന്നങ്ങയോട് സഭയിലുള്ള യുവജനങ്ങൾ പലരും ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിനായി സമർപ്പണം ചെയ്തിരിക്കുന്നല്ലോ. അവരെല്ലാം അങ്ങയുടെ ആത്മാവിനാൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷ്യ കർത്തൃവേലയ്ക്കായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പ്രിയ ജെറമിയെ കർത്താവ് നോർത്ത് ഇന്ത്യയ്ക്ക് അയച്ചല്ലോ, അതിനായി സ്തോത്രം. നേമിയെയും ആ നിലയിൽ ഒരുക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പേരായി ദൈവവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഈ കോമ്പൗണ്ടിൽ നടക്കുന്ന ദൈവദിന അഭ്യസന കളരിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. അനേകർ വന്ന് ദൈവദിനം അഭ്യസിച്ച് കർത്താവിന് വേണ്ടി കടന്നു പോകുവാൻ ഈ സ്ഥാപനം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. അതിനായി ഇവിടെടുത്ത ഈ സഭയെയും ഇവിടെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ D. സാംകുട്ടിയും കുടുംബത്തെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കായി സ്തോത്രം. കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണം. PFP അംഗങ്ങൾക്കായി സ്തോത്രം. യുവജനങ്ങൾക്കായി അവരുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ, ഒരുക്കപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന കർത്തദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഏവരെയും അനുഗ്രഹിക്കണം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗം, കൂട്ടായ്മ, കാവൽ, പരിപാലന, സൂക്ഷിപ്പ് നാം ഏവരോടും വിശേഷാൽ റീബിൽഡിംഗ് ടീമിനോടും കൂടെ ഇവിടെയുള്ള ഹെബ്രോനിയൻ ടീമിനോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.